ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം സോളിഡ് ബ്രിക്ക് അഥവാ സിമെന്റ് ബ്രിക്ക്. നമ്മൾ കെട്ടിട നിർമ്മാണം, വീട് പണിയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സോളിഡ് ബ്രിക്കിനെ കുറിച്ചാണ്. നമ്മൾ സിമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ബ്രിക്ക് വീട് നിർമ്മാണത്തിന് അനുയോജ്യമാണോ? എത്രത്തോളം അത് നിലനിൽക്കും? അതിൻ്റെ ബലം, അതിൻ്റെ ക്വാളിറ്റി, ചൂടും അല്ലാതെ ഉള്ളിലേക്ക് എടുക്കുമോ? നമുക്ക് ചുമരിന്റെ വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മേലേന്ന് വരുന്ന സ്ലാബിന്റെ ലോഡ്, മറ്റു പല ലോഡുകളൊക്കെ അതെല്ലാം താങ്ങി നിർത്താൻ ഈ സിമെന്റ് ബ്രിക്കിന്, സോളിഡ് ബ്രിക്കിന് കഴിയുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം തീർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതിന്റെ വില എങ്ങനെയൊക്കെ അവൈലബിൾ ആവും, അതിന്റെ സൈസ് എങ്ങനെ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായി കാണുക. ഇതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, നമുക്ക് സംശയം ഉണ്ടായുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, കമ്പി, സിമെന്റ്, വീടിന് വരാവുന്ന പ്രോബ്ലങ്ങൾ, അതെങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുക. അതെല്ലാം മുഴുവനായി നിങ്ങളുടെ മുന്നിലെത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിമെന്റ് ബ്രിക്ക്, സോളിഡ് ബ്രിക്ക്, നമുക്ക് വരാവുന്ന പ്രധാനമായിട്ടുള്ള ഒരു സംശയം അത് ലോഡ് എടുക്കുമോ എന്നുള്ളതായിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം, ന്യൂട്ടൺ പെർ mm² സ്ട്രെങ്ത്തിലാണ് നമുക്ക് അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത്തിന് നമ്മൾ പറയുന്നത്. മറ്റുള്ള ബ്രിക്കിന് ഏത് ബ്രിക്കാണെന്നുണ്ടെങ്കിൽ, ഏതൊരു സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വരുന്ന കംപ്രഷന്റെ സ്ട്രെങ്ത്, അതായത് ന്യൂട്ടൺ പെർ mm²ലാണ്, ആ യൂണിറ്റിലാണ് നമ്മൾ ബലത്തിനെ കണക്കാക്കുന്നത്. നമ്മുടെ സോളിഡ് ബ്രിക്കിന്റെ, സിമെന്റ് ബ്രിക്കിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4 to 5 വരെയുള്ള ന്യൂട്ടൺ പെർ mm² കംപ്രഷൻ സ്ട്രെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ഒരു പാർട്ടിലല്ലോ, ഇപ്പൊ 20 സെന്റിമീറ്റർ വരുന്ന ഒരു ചുമരിലല്ല നമ്മൾ മേലെ നിന്നുള്ള സ്ലാബിന്റെ ലോഡ് വരുന്നത്. പല പല നമ്മുടെ ബെഡ്റൂം, അങ്ങനെ ബെഡ്റൂം, ലിവിംഗ് റൂം, അങ്ങനെ ഒരുപാട് ചുമരുകളുടെ മേലെയാണ് നമ്മൾ സ്ലാബ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ഇല്ല. അത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ സോളിഡ് ബ്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു ബിൽഡിങ്ങിന് കേടുപാട് പറ്റി, ഒരു ബിൽഡിങ്ങിന് തകർന്നു വീണു, അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് കേൾക്കില്ല. സോളിഡ് ബ്രിക്ക് കൃത്യമായി തന്നെ നമുക്ക് ബാക്കിയുള്ള പാർട്ടുകളെല്ലാം നമ്മൾ തേക്കുന്നത്, പണിയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നമ്മുടെ സ്ലാബ് പണിയുന്നത് വരെ സിമെന്റും കോൺക്രീറ്റും ജെല്ലി മെറ്റലും എല്ലാം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ സിമെന്റും മണലും ബേബി മെറ്റലും എല്ലാം ചേർത്തിട്ട് തന്നെയാണ് നമ്മുടെ സോളിഡ് ബ്രിക്കും പണിയുന്നത്. അതുകൊണ്ട് തന്നെ കംപ്രഷൻ സ്ട്രെങ്ത്, ഒരു വീടൊക്കെ ആകുമ്പോൾ വരാവുന്ന ഒരു ലോഡ് ഉണ്ട്, അതിൻ്റെയൊക്കെ മേലെ എത്രയോ ലോഡ് നമുക്ക് ഈ സോളിഡ് ബ്രിക്കിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് വെച്ചിട്ട് താങ്ങും. അതിന്റെ ന്യൂട്ടൺ പെർ mm² സ്ട്രെങ്ത് അത്രത്തോളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മേലെ എത്ര ലോഡ് വന്നാലും ഒരിക്കലും അതിനൊരു വിള്ളലോ അതിനൊരു കേടുപാടോ, വീട് തകർന്നു വീഴാനുള്ള സാധ്യത എവിടെയും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കാരണം സംഭവിക്കില്ല. ഇനി അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ അതിന് വേറെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. തറ ബലമില്ലാതിരിക്കുക, നിർമ്മാണത്തിലുള്ള മോശം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. റെസിഡൻഷ്യൽ പർപ്പസിന്, അതായത് വീടുകളിലെ നിർമ്മാണങ്ങൾക്ക് ഇതിന്റെ ഒരു കംപ്രഷൻ സ്ട്രെങ്ത് ധാരാളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വരാവുന്ന ലോഡ്, അവിടെ താമസിക്കുന്ന കുറച്ച് ആളുകളുടെ ലോഡ്, കുറച്ച് ഫർണിച്ചറിന്റെ ലോഡ്, കൂടാതെ നമുക്ക് വരുന്ന മെയിൻ സ്ലാബിന്റെ ഒരു ലോഡ്, ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വീടുകളിലെ റെസിഡൻഷ്യൽ പർപ്പസിന് വരിക. അതൊക്കെ താങ്ങാൻ അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് ധാരാളമാണ്. ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലൊക്കെ നിർമ്മിക്കുന്ന വീടുകൾക്ക് ധൈര്യമായി തന്നെ നമുക്ക് നിർമ്മിക്കാം. കൂടാതെ ചെലവ് വളരെ കുറവായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബ്രിക്കിൽ വരുന്ന ചെലവ് തന്നെ മറ്റുള്ള ബ്രിക്കുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഇഷ്ടികയാണെന്നുണ്ടെങ്കിലും, വെട്ടുകല്ലാണെന്നുണ്ടെങ്കിലും, ലാറ്ററൈറ്റ് കല്ല്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ കുറവാണ് ഒരു സോളിഡ് ബ്രിക്ക് നമുക്ക് കിട്ടാൻ വരുന്നത്. നമുക്ക് പിന്നെ കൂടാതെ പ്രത്യേകിച്ച് പറയാനുള്ള അതിന്റെ ലഭ്യതയാണ്. എവിടെ എല്ലാ പ്രദേശവും കൃത്യമായി കിട്ടും. ഇപ്പോൾ ലാറ്ററൈറ്റ്, വെട്ടുകല്ലാണെന്നുണ്ടെങ്കിൽ മലബാർ മേഖലയിലാണ് കൂടുതലായി കിട്ടുന്നത്. അത് നമുക്ക് വണ്ടിയിൽ എത്തിക്കണം, അത് കിട്ടാത്ത സമയങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഡിലേ ആവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മുടെ ഒരു പ്രദേശത്ത് കിട്ടിക്കൊള്ളുന്നില്ല, അത് ദൂര പ്രദേശത്ത് നിന്ന് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ ഈ സോളിഡ് ബ്രിക്ക് കൃത്യമായ എല്ലാ മേഖലകളിലും അതിന്റെ ഫാക്ടറികളും ഉണ്ടായിരിക്കും, നിർമ്മിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നല്ല രീതിയിലുള്ള, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, സോളിഡ് ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ, സിമെന്റ്, കമ്പി, അങ്ങനെ ഏത് മെറ്റീരിയലുകളാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. നമ്മൾ സോളിഡ് ബ്രിക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കുന്നുള്ള ഗുണം എന്ന് വെച്ചാൽ വണ്ടിയിൽ കൊടുത്ത് അങ്ങനെ തട്ടാം. നമുക്ക് അവിടെ വണ്ടിയിൽ നിന്ന് തന്നെ ടിപ്പർ പൊക്കി തട്ടിയാലും ഒരു കേടുപാടും പറ്റാതെ എല്ലാ ബ്രിക്കുകളും നമുക്ക് ഉപയോഗത്തിലേക്ക് കിട്ടും. മറ്റൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമ്മളൊക്കെ കൃത്യമായി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സൈറ്റിൽ കൊടുന്ന് തട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യം കൃത്യമായി വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കാതെ നമുക്ക് വണ്ടിയിൽ കൊടുത്ത് നേരെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ കല്ലിന്റെ ഒരു സൈഡോ മൂലയോ ഒന്നും പൊട്ടാതെ നമുക്ക് കൃത്യമായി അത് ഉപയോഗിക്കാൻ പറ്റും. മറ്റുള്ള ബ്രിക്കുകളെ അപേക്ഷിച്ച് നമുക്ക് സോളിഡ് ബ്രിക്കിന്റെ പ്രത്യേക ഒരു ഗുണം അത് തന്നെയാണ്. വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. ഇഷ്ടികയൊക്കെ ഒരു 100 എണ്ണം ഇറക്കി കഴിഞ്ഞാൽ 90 എണ്ണമായിരിക്കും നമുക്ക് ഉപയോഗത്തിലേക്ക് കിട്ടുക. ബാക്കിയെല്ലാം പൊട്ടിപ്പോകും. വെട്ടുകല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ശതമാനം വരെ വെട്ടുകല്ല് പൊട്ടിപ്പോകും. നമുക്ക് പക്ഷേ സോളിഡ് ബ്രിക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ 100 ബ്രിക്ക് ഇറക്കി കഴിഞ്ഞാൽ 100 ബ്രിക്കും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇഷ്ടികയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇടയിൽ വരുന്ന ജോയിന്റ്സ് കൂടുതലായിരിക്കും. വളരെ ചെറിയ കല്ലായതുകൊണ്ട് തന്നെ ഒരുപാട് ജോയിന്റ്സ് വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് കലവ, സിമെന്റ്, മോർട്ടാർ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കേണ്ടി വരും. മെറ്റീരിയൽ നമ്മൾ സോളിഡ് ബ്രിക്കിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. വെട്ടുകല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ശതമാനം സിമെന്റ്, കലവ കൂടുതലായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. പിന്നെ ഇതിന്റെ ലേബർ കോസ്റ്റ് ആണ് പ്രധാനമായി വരുന്നത്. ലേബർ കോസ്റ്റ് കുറവായിരിക്കും. വെട്ടുകല്ലിനെ അപേക്ഷിച്ചും ഇഷ്ടികനെയൊക്കെ അപേക്ഷിച്ചും സോളിഡ് ബ്രിക്ക് പണിയുന്നതിനുള്ള ലേബർ കോസ്റ്റ് കുറവായിരിക്കും ഉണ്ടായിരിക്കുക.
കൃത്യമായി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തൂക്കിൽ ലെവലിലെല്ലാം നമ്മൾ ചുവര് പണിയാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിംഗ് സമയത്ത് നല്ലൊരു കോസ്റ്റ് നമ്മൾ മെറ്റീരിയൽ ലാഭിക്കാൻ, തേക്കുന്ന സമയത്ത് കൃത്യമായ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയൽ മറ്റുള്ള അപേക്ഷിച്ച് കുറച്ച് മെറ്റീരിയൽ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ എടുത്തു പറയാവുന്ന സിമെന്റ് സോളിഡ് ബ്രിക്കിന്റെ പ്രധാന ഗുണങ്ങളൊന്നും വാട്ടർ അബ്സോർപ്ഷൻ ആണ്. വെള്ളത്തെ ആഗിരണം ചെയ്യുന്നുള്ള കഴിവ് സിമെന്റ് ബ്രിക്കിന് മറ്റുള്ള ബ്രിക്കിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് കാപ്പിലറി ആക്ഷൻ മൂലം നമ്മുടെ ചുമരിലുള്ള പെയിന്റ് കുട്ടിയെല്ലാം ഇളകി വരുന്ന ഒരു അവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റുള്ള ബ്രിക്കിനെ അപേക്ഷിച്ച് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ, വെള്ളത്തിനെ ആഗിരണം ചെയ്യുന്നുള്ള ഒരു കഴിവ് കുറവാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഗുണങ്ങളിൽ ഒന്നായി തന്നെ, സിമെന്റ് ബ്രിക്കിന്റെ ഗുണങ്ങളിൽ ഒന്നായി തന്നെ വെള്ളത്തെ ആഗിരണം ചെയ്യുന്നതിനുള്ള കുറവ് എടുത്തു പറയാം. പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം, ബിൽഡിംഗ് വർക്കിൽ കോളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇടയിൽ നമ്മളുടെ ഒരു പാർട്ടീഷൻ വാള് പോലെയാണല്ലോ സോളിഡ് ബ്രിക്ക് ഉപയോഗിക്കുന്നത് എന്നുകൊണ്ട്. അത് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലെ പർപ്പസ് അങ്ങനെയാണ്. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. മെഷീനറീസ്, വലിയ ഫാക്ടറികളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ലോഡ് വരുന്ന ഫർണിച്ചറുകൾ ഉണ്ടായിരിക്കും. അവിടെ വന്നു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വീട്ടിലുള്ള 4-5 ആളെ പോലെ, അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ ഫർണിച്ചറുകൾ പോലെയല്ല, മെഷീനറീസും ഫർണിച്ചറും ഒക്കെ ഒരുപാട് അധികം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ഒരുപാട് എക്സ്റ്റൻഷൻ പിന്നീടും ധാരാളം മേലേക്ക് എല്ലാം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിൽ അങ്ങനെയുള്ള കോളം വർക്കുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ ബഡ്ജറ്റ് വളരെ കുറച്ച് ചെയ്യുന്ന വീടുകൾക്ക് ധൈര്യമായി തന്നെ സിമെന്റ് സോളിഡ് ബ്രിക്ക് ധൈര്യമായി തന്നെ ഉപയോഗിക്കാം. നമുക്ക് ഈ സിമെന്റ് സോളിഡ് ബ്രിക്ക് പൊതുവെ അവൈലബിൾ ആവുന്നത് 4 ഇഞ്ച് വീതിയിൽ, 8 ഇഞ്ച് വീതിയിൽ, 6 ഇഞ്ച് വീതിയിലൊക്കെയാണ്. 4 ഇഞ്ച് വീതിയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ 1.25 അടി നീളം നമുക്കൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അവൈലബിൾ ആവുന്ന ഒരു സൈസാണിത്. 4 ഇഞ്ച് വീതിയിലുള്ള ബ്രിക്ക് 1.25 അടി നീളം വരും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ച് ഹൈറ്റ് തന്നെയാണ്. പിന്നീട് വരുന്നത് 8 ഇഞ്ച് ഹൈറ്റിൽ 8 ഇഞ്ച് വീതിയിൽ 1 അടി നീളത്തിലാണ്. പിന്നീട് മൂന്നാമതായി വരുന്നത് 8 ഇഞ്ച് ഹൈറ്റിൽ 6 ഇഞ്ച് വീതിയിൽ 1 അടി ലെങ്ത് തന്നെയാണ് അതിന്റെയും വരുന്നത്. നമുക്ക് ഈ 8 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് വീതിയിലും ഏത് വീതിയിലാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം. നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ഏകദേശം ആവറേജ് 2500 ബ്രിക്കാണ് വേണ്ടി വരിക. ഏകദേശം നമ്മുടെ പ്ലാനിനനുസരിച്ച് അതൊരു മാറ്റം വരും. നമ്മുടെ പ്ലാൻ കൂടുതൽ പാർട്ടീഷൻ വാർഡുകളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലാവും, കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയും. ഏകദേശമാണ് പറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 2500 ബ്രിക്കോളം വേണ്ടി വരും. ഇങ്ങനെയുള്ള 4 ഇഞ്ച് വീതിയും 1.25 അടി നീളമുള്ള ബ്രിക്കിന് നമുക്കിപ്പോൾ കിട്ടുന്ന വില എന്താണെന്ന് വെച്ചാൽ 33 രൂപയാണ്. നെക്സ്റ്റ് വരുന്ന സൈസ് 8 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് ഹൈറ്റിലും വരുന്ന 1 അടി നീളത്തിലുള്ള ബ്രിക്കിന് വരുന്നത് 34 രൂപയാണ്. അടുത്തത് വരുന്ന 8 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ഹൈറ്റും 1 അടി നീളത്തിലുള്ള ബ്രിക്കിന് വരുന്നത് 46 രൂപയാണ്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതാണ്. ചൂട് കൂടുതലാണ് എന്നുള്ളൊരു കാരണമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, ചൂട് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നുള്ള ഒരു കഴിവ് ഉള്ള ബ്രിക്സിനെ അപേക്ഷിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ഇഷ്ടികയുടെ നമ്മൾ നോക്കുമ്പോൾ 0.6 മുതൽ 1 വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് വരുന്നത്. എന്നാൽ നമ്മൾ സോളിഡ് ബ്രിക്കിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.7 മുതൽ 1.28 വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ് വരിക. അതുകൊണ്ട് തന്നെ ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ നമുക്ക് ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഏത് ബ്രിക്ക് ഉപയോഗിച്ചാലും, ഇപ്പൊ ഇഷ്ടിക ഉപയോഗിച്ചാലും ചൂട് അത്രത്തോളം തന്നെ ഉണ്ടായിരിക്കും. വെട്ടുകല്ലാണെന്നുണ്ടെങ്കിലും സോളിഡ് ബ്രിക്ക് ആണെന്നുണ്ടെങ്കിലും വലിയ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് അവിടെ ഒരു ചൂടിന്റെ ഒരു വ്യത്യാസം കാണാൻ കഴിയുള്ളൂ. നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കുന്ന മെറ്റീരിയലുകൾ തെരഞ്ഞു പിടിച്ചൊന്നും ആയിരിക്കില്ല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ മുഴുവൻ. നമ്മൾ ഭൂരിഭാഗം സമയം ചെലവിടുന്ന, പകൽ പുറത്ത് സമയം ചെലവിടുന്ന ഓഫീസിലാണെന്നുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ഗവൺമെന്റ് ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും സോളിഡ് ബ്രിക്ക് തന്നെ കോളം വർക്ക് ചെയ്ത് അതിന്റെ പാർട്ടീഷൻ വാർഡുകൾ സിമെന്റ് സോളിഡ് ബ്രിക്ക് ഉപയോഗിച്ചായിരിക്കും പണിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളിഡ് ബ്രിക്ക് ഉപയോഗിച്ചു എന്ന കാരണം കൊണ്ട് വലിയൊരു ശതമാനം ചൂട് ഉള്ളിലേക്ക് വരുന്നതിനോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കില്ല. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്തായാലും ചൂട് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് നിർമ്മിച്ചാലും ചൂട് കൂടുതൽ തന്നെയായിരിക്കും. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ബ്രിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെലവ്, ഒന്നാമത്തെ കാര്യം കൊമേഴ്ഷ്യൽ ബഡ്ജറ്റ് കുറഞ്ഞ് പണിയുന്ന വീടുകൾക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റ്, വളരെ ചെറിയ വിലയിൽ നമുക്ക് ഒരു ബ്രിക്ക് നമ്മുടെ സൈറ്റിലെത്തും. കൂടാതെ അതിനുള്ള ചെലവ്, ലേബർ കോസ്റ്റ് കുറവായിരിക്കും. ജോയിൻസിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന മോർട്ടറിൽ വരുന്ന ചെലവ് വളരെ കുറവായിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 1% വരെ മെറ്റീരിയൽസ് ലാഭിക്കാം. ഇതിന്റെ വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് നമുക്ക് എവിടെയും ഏത് സ്ഥലത്തും കേരളത്തിൽ എവിടെയും കൃത്യമായി അത് അവൈലബിൾ ആവും. ഇതൊക്കെയാണ് സോളിഡ് ബ്രിക്കിന് നമുക്ക് പ്രധാനമായി പറയേണ്ട കാര്യം. കൂടാതെ കാപ്പിലറി ആക്ഷൻ മൂലമുള്ള നമുക്ക് വെള്ളം ഉള്ളിലേക്ക് അബ്സോർപ്ഷൻ ചെയ്യുന്നതിനുള്ള കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി തന്നെ വലിയൊരു സഹായമാണ് സിമെന്റ് സോളിഡ് ബ്രിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമെന്റ് സോളിഡ് ബ്രിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിൽ ബിൽഡിംഗ് നിർമ്മാണത്തെക്കുറിച്ചും ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് വന്നിട്ടുള്ള പ്രോബ്ലങ്ങൾ എങ്ങനെ പരിഹരിക്കാം, വീട് കൃത്യമായി നല്ല രീതിയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.